നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറ പോകുന്ന വണ്ടിയാണ്. 8:30 അവിടെ തിരിച്ച വണ്ടിയാണ്. KSRTC ബസ്സാണ്. അതിൽ 72ഓളം പേരുണ്ടായിരുന്നു. അപ്പം വണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിപ്പോയെന്നാണ് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം ഇടതുവശത്ത് ഇടിച്ചു നിർത്താനൊക്കെ ശ്രമിച്ചു. പക്ഷേ അപ്പം ഇടതുവശത്തൂടെ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളെ ഇടിക്കാതിരിക്കാനായിട്ട് വലത്തേക്ക് എടുത്തതാണ് ഇങ്ങോട്ട് സ്ലിപ്പായി താഴോട്ട് പോയത്. അതിൽ ബ്രേക്ക് ഫെയിലറാണ് റീസൺ എന്നാണ് ഇപ്പം എല്ലാവരും നിന്ന് മനസ്സിലാകുന്നത്. കാഷ്വാലിറ്റി ഒരു വ്യക്തി മരിച്ചു. ഒരു നെല്ലിയാമ്പതി ഓറഞ്ച് ഫാമിൽ ഉണ്ടായിരുന്ന ഒരു വാസന്തി, 65 വയസ്സ് വാസന്തി, അവർ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. ബാക്കി 9 പേരെ അവിടെ നമ്മുടെ നെന്മാറ CHC കൊണ്ടുപോയിട്ട് അവിടുന്ന് ജില്ലാ ആശുപത്രിയിൽ പോയിട്ടുണ്ട്. 36ഓളം പേര് അവിടെ ഇപ്പോൾ തന്നെ ചികിത്സയിലാണ്. 3 പേര് നേരിട്ട് ഇവിടുന്ന് തന്നെ അവറ്റിസിലേക്ക് പോയിട്ടുണ്ട്. അവിടെ സ്ഥിതി നമുക്ക് അറിയില്ല, നോക്കുമ്പോൾ അറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി അതാണ്. പ്രാഥമികമായിട്ടുള്ള അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. DMO എത്തിയിട്ടുണ്ട് സ്ഥലത്ത്. DMO ഡെപ്യൂട്ടി DMOയും അവിടെ CHCയിൽ എത്തിയിട്ടുണ്ട്. 3-4 PSC എന്നുള്ള ആശുപത്രി ഡോക്ടേഴ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് നെല്ലിയാമ്പതിയിൽ നിന്ന് സർവീസും കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് തിരക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാർ പറയുന്ന കൂടുതൽ സർവീസ് വേണം, അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരണം. നമുക്ക് കൂടുതൽ വണ്ടിയെ പറ്റി ആവശ്യപ്പെടാം. കാരണം ഇപ്പോൾ 72 പേര് ആണ്. ഡെയിലി 72 പേരുണ്ടെന്ന് അറിയില്ല. ഇന്നെന്തായാലും ബസ്സിൽ 72 പേര് ഉണ്ട്. തിങ്കളാഴ്ച ആയതുകൊണ്ടും 72 ഉണ്ട്. ഇനി കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സർവീസ് ആവശ്യപ്പെടാം. തീർച്ചയായിട്ടും ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് CHC തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. കൂടാതെ തന്നെ 3-4 PSC നിന്നും ഡോക്ടേഴ്സും സംഘം എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവിടെ DMOയും ഡെപ്യൂട്ടി DMO ഇവിടെ സ്ഥലത്തുണ്ട്. 2 പേരും വന്ന് എല്ലാ ചികിത്സയും നോക്കുന്നുണ്ട്. ക്രിട്ടിക്കലായിട്ട് എന്ന് പറയല്ല, ഹെഡ് ഇഞ്ചുറി ഉള്ള ആൾക്കാരെയാണ് DMOയിൽ കൊണ്ടുപോയത്. ക്രിട്ടിക്കൽ അല്ല, ഇവർക്ക് പ്രാഥമിക ചികിത്സയിൽ തന്നെ അതിനേക്കാളും കൂടുതൽ കെയർ വേണമെന്ന് തോന്നുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ സ്കാനിങ് തുടങ്ങിയ വേണ്ട ജില്ലയിലേക്ക് വിട്ടിട്ടുണ്ട്. ബ്രേക്ക് നഷ്ടമായെന്നുള്ളത്. അതെ. പ്രാഥമിക ഇവിടുന്ന് കണ്ടക്ടറും അവിടുത്തെ ഈ ബന്ധപ്പെട്ട അതിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ മൊഴി അതാണ്. കാരണം അവിടുന്ന് വരുന്ന വഴി തന്നെ ബ്രേക്കില്ല എന്ന് പറഞ്ഞ് ഇവർ പറയുന്നുണ്ട്, ഇടത്തേക്ക് ഓടിക്കും എന്നൊക്കെ പറയുന്നതെന്നാണ് മനസ്സിലായത് ബ്രേക്ക് പൊട്ടിയെന്നുള്ളത്. ഇനി അത് വിശദമായ MVDയോട് വലിയ റിപ്പോർട്ട് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ വിശദമായ അന്വേഷണത്തിന് അത് ചെയ്യുന്നുണ്ട്. അവർ പരിശോധിക്കും. അവർ പരിശോധിച്ച ശേഷം ഇത് ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കി പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് ഈ പ്രാഥമിക 44 പേരാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് കുഴപ്പമുണ്ടെന്ന് കണ്ട്, 43+3 അവരുടെ ചികിത്സയാണ് ഇപ്പോൾ നോക്കുന്നത്. മറ്റേത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. വാസന്തി തന്നെയാണ്. നേരത്തെ ജയന്തി എന്നുള്ളൊരു പേര് വന്നിരുന്നു. ജയന്തി എന്നല്ല, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരുന്നു. അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞത് വാസന്തിയാണ്, ഓറഞ്ച് ഫാമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഡീറ്റെയിൽസ് എടുക്കുന്നേ ഉള്ളൂ. വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെയും ആദ്യം ചികിത്സ കൊടുക്കലാണല്ലോ. ജയന്തിയാണോ? ശരി. എന്തായാലും അത് നമുക്ക് കണ്ടെത്താം, കൺഫേം ചെയ്ത് പറയാം. അവിടെ ഉണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്കൂടെ ഇൻഫർമേഷൻ വേറെയാണ്, എന്താ അറിയില്ല. അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. എന്നാലും കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപകടം വേറെ ആരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരാൾ മാത്രമേ മരിച്ചായിട്ട് ഇതുവരെ നമുക്ക് ഇൻഫർമേഷൻ ഉള്ളൂ. ഓക്കെ.